ഹലോ മച്ചാൻസ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആണ്. സ്റ്റാറ്റസ്, ഒരു ചെറിയൊരു സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ആപ്പ് ആവശ്യമാണ്. ഇതിൻ്റെ ആപ്പ് അലൈറ്റ് മോഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാമായിരിക്കും. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, യൂട്യൂബ് ചാനലിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് HD ഫോട്ടോസ് വേണം. HD ഫോട്ടോസ് എടുക്കുന്ന ഒന്ന് നമ്മളെ കോമെന്ന് നമുക്ക് എടുക്കാം. കോമെന്ന് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ കോം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എന്ത് ഫോട്ടോയാണ് നമുക്ക് വേണ്ടേ? ഇപ്പോൾ ഞാൻ മെസ്സിയുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലിയോണൽ മെസ്സിയുടെ ഒരു സ്റ്റാറ്റസിന് ഞാൻ മെസ്സി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സി ഫോട്ടോസ് HD അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇമേജസിൽ പോവുക. ഇമേജസിൽ പോയതിന് ശേഷം മേളിൽ കാണുന്ന ഈ ആരോ കണ്ടോ, ഡോട്ട് ചുവന്ന ആരോ, റെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് പോവുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡെസ്ക്ടോപ്പ് ടൈപ്പിൽ വരുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ ഈ സെർച്ച് ബട്ടണിൻ്റെ താഴെയായിട്ട് ടൂൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോറി, ഇത് മാറിപ്പോയി. ടൂൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ ഈ സൈസ്, കളറ്, ടൈപ്പ്, ടൈം, യൂസേജ് അങ്ങനെ വരും. അതിൽ ഈ സൈസ്, ഫസ്റ്റത്തെ സൈസിൽ കയറിയിട്ട് അത് എനി സൈസ് ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യണം, ലാർജ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിൽ ലാർജ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇനി വരുന്ന എല്ലാ ഫോട്ടോസും ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വീഡിയോസ് നമുക്ക് ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അങ്ങനെ ഒരു 2-3-4 ഫോട്ടോ എന്ത് ചെയ്യണം, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് സ്റ്റാറ്റസിന് ആവശ്യമാണ്. നിങ്ങൾക്ക് എന്ത് സ്റ്റാറ്റസാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ സ്റ്റാറ്റസുകൾ, ഫോട്ടോസ് എടുത്ത് വെക്കുക. നിങ്ങളെ ഒരുപാട് ഫാൻ ബോയ്കളാണ് എല്ലാവരും. ഒന്നുകിൽ ലയണൽ മെസ്സി, അല്ലെങ്കിൽ എന്താ പറയുക CR7, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലെ മോഹൻലാൽ, മമ്മൂക്ക, അതുപോലെ വിജയ്, അങ്ങനെ ഒരുപാട് ഫാൻ ബോയ്കളാണ് അധികം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് HD ഫോട്ടോസ് ആരെ ഫാൻ ബോയ് ആണോ അവരുടേത് ഗൂഗിളിൽ ഇതുപോലെ അടിച്ച് ഞാൻ പറഞ്ഞ സൈസ് വ്യത്യാസം ഒന്ന് ചെയ്ത ശേഷം നമുക്ക് എടുത്തു വെക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളില്ലാതെ ഒരു ആപ്പ് ഉണ്ട്, ഇമേജ് സെർച്ച് എന്നാണ് അതിൻ്റെ നെയിം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സെർച്ച് മാൻ, ഇമേജ് സെർച്ച് മാൻ. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല HD ഫോട്ടോസ് ലഭിക്കുന്നതാണ്. ഓക്കെ, മെസ്സി ഫോട്ടോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ്. കണ്ടില്ലേ, നല്ല നല്ല HD ഫോട്ടോസ് നമുക്ക് കിട്ടും. നല്ല HD. ഇതിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലോട്ട് ഓൾറെഡി സേവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ, എങ്ങനത്തെ ഫോട്ടോസാണോ വേണ്ടത്, ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നല്ല 2-3-4 ഫോട്ടോസ് നമ്മൾ എടുത്തു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഈ അലൈറ്റ് മോഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ലിങ്ക്. ഓക്കെ, അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, കാരണം ഒരുപാട് ടൈം ആവും. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് നല്ല രീതിയിൽ കേൾക്കുക മുന്നോട്ട്. ഓക്കെ, ഇതിൽ അലൈറ്റ് മോഷൻ ആപ്പ് തുറന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ റേഷ്യോ എല്ലാം ഒരുപോലെ കൊടുക്കണം. ഈ ലാസ്റ്റിൽ കാണുന്ന പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ റേഷ്യോ റെസൊല്യൂഷൻ 1080 ആക്കുക, അപ്പുറത്ത് 2430 ആക്കുക, ഫ്രെയിം റേറ്റ് 60 FPS ആക്കി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. പുതിയതായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഒരു സോങ് നിങ്ങളുടെ അടുത്തൊരു വീഡിയോ സോങ് ആണ്, അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇമേജ് വീഡിയോയിൽ അതിൻ്റെ ഓഡിയോ തന്നെ ഈ സ്റ്റാറ്റസ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ പോയിട്ട് ഏതാണോ നിങ്ങളെ വീഡിയോ, ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറ്റസിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ സ്റ്റാറ്റസിൻ്റെ ഓഡിയോ തന്നെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത ശേഷം ആ സ്റ്റാറ്റസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മേളിൽ കാണുന്ന ഈ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് ലഭിക്കും. കണ്ടില്ല, ഇവിടെ 2 ഓപ്ഷൻസാണ്. ഇത് ഓഡിയോ ആണ്, ഇത് ഈ ഓഡിയോയുടെ വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോ നമുക്ക് ആവശ്യമില്ല, ഓഡിയോ ആണ് ആവശ്യം. അപ്പോൾ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോട്ടോസ് ചേർക്കാം. ഫോട്ടോസ് ചേർക്കാൻ താഴെയുള്ള പ്ലസ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോയിൽ പോയിട്ട് ഏതൊക്കെ ഫോട്ടോസാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുത്ത് വെച്ച് പോകുന്നത്, മെസ്സിയുടെ ഫോട്ടോസ് കൂടെയുണ്ട്, അതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്ത് വെച്ച് ഓരോന്നായിട്ട് നമ്പർ 1 ആയിട്ട് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫോട്ടോ ഞാൻ ചേർക്കുവാണ്. നെക്സ്റ്റ് ഫോട്ടോ ചേർത്തു. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ചേർക്കുവാണ് ഞാൻ. അങ്ങനെ എത്ര ഫോട്ടോ വേണം, ഒരു 30 സെക്കൻഡൊക്കെ അല്ലേ നമ്മൾ സാധാരണ സ്റ്റാറ്റസ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഫോട്ടോസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫോട്ടോ ചേർത്ത് കൊടുത്തു. ഒരു ഫോട്ടോ കൂടി ഞാൻ ചേർത്ത് സർവീസ്, കാരണം ദീർഘിച്ച് കൊണ്ടുപോയാൽ ഒരുപാട് മുഷിയും എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഫോട്ടോ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഫിൽ സ്ക്രീൻ ആക്കണം ഈ ഫോട്ടോസ്. അതിന് ഫസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ അത് ഫോട്ടോ സ്ക്രീനിൽ ഫുള്ളായിട്ട് അപ്ലോഡായി വരും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതുപോലെ ഫിൽ സ്ക്രീൻ കൊടുക്കുക. എല്ലാ ഫോട്ടോസും അതുപോലെ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പോഴേ മാത്രമേ അത് സ്ക്രീൻ ഫുൾ കവർ ചെയ്ത് നിൽക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ഫോട്ടോ ഫിൽ സ്ക്രീൻ കൊടുത്തു. ഇനി ലാസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഉണ്ട്, അതും ഫിൽ സ്ക്രീൻ കൊടുത്തു. ഇനി ഇതിൽ നമുക്കൊരു ആനിമേഷൻ കൊടുക്കണം ഈ ഫോട്ടോയിൽ, കാരണം സ്റ്റാറ്റസ് വരുമ്പോൾ നമ്മൾ കാണുന്ന സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഒരു ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്, അതിന് ആ ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യാം, അതിൽ ഈ ഫസ്റ്റിലെ ഈ ബട്ടൺ തന്നെയാവും അതിന് ഉണ്ടാവുക. അതിൽ എന്ത് ചെയ്യാം, നമ്മൾ ചെറുതായിട്ട് നീക്കി കൊടുക്കുക. കുറച്ച് സ്പേസ് വിട്ട ശേഷം നീക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒരു ഈ കീ ആഡ് ചെയ്യാൻ പോകുന്നു. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ പ്ലസ് ബട്ടൺ കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഈ ഫോട്ടോ കുറച്ച് അങ്ങോട്ട് നീക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് പിന്നെ എന്ത് ചെയ്യുക, നേരെ ആ ഫോട്ടോയുടെ ലാസ്റ്റിൽ കൊണ്ടുപോയി, ലാസ്റ്റ് കുറച്ച് മുമ്പ് കൊണ്ടുപോയി അത് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയേക്കുക. ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആ ലാസ്റ്റിലൊന്ന് പോയിട്ട് ഒരു കീ കൂടി ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതിയാവും, ഒരു ഫോട്ടോയ്ക്ക്. പിന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത എങ്ങനെ ആയിട്ടുണ്ട് ആ വീഡിയോ അല്ല ഫോട്ടോ എന്ന് ആനിമേഷൻ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് സ്പീഡായിട്ട് പിന്നെ ഒന്ന് സ്ലോ ആവുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കൂ. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഫോട്ടോസും അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന മൂവ് ആൻഡ് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ കുറച്ചൊന്ന് സ്പേസ് വിട്ട ശേഷം എന്ത് ചെയ്യുക, ഇത്രയും സ്പേസ് വിട്ട ശേഷം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പ്ലസ് ബട്ടൺ ലെഫ്റ്റ് സൈഡ് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ലാസ്റ്റ് ആൻഡ് സെക്കൻഡിൽ പോയിട്ട് ഒന്നുകൂടി ഫുള്ളായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗ് ചെയ്ത് കുറച്ചെത്താൻ ലാസ്റ്റ് എത്താൻ നേരം ഒന്നുകൂടി ലാസ്റ്റിലേക്ക് പോവുക ഫോട്ടോയുടെ. എന്നിട്ട് ഒന്നുകൂടി ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഫോട്ടോയിൽ പോവുകയാണ്. നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെയിം അത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് മുഷിയണ്ട. അതുപോലെ വെച്ചിട്ട് കീ ആഡ് ചെയ്യുക. കീ ആഡ് ചെയ്ത് കുറച്ചപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, സ്വൈപ്പ് ചെയ്ത ശേഷം ഒന്നുകൂടി ഡ്രാഗ് ചെയ്യുക. കറക്റ്റ് എത്തുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെയും ലാസ്റ്റിൽ പോവുക, ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് എത്തുന്നവരെ അങ്ങനെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഒന്നുകൂടി ലാസ്റ്റിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നു. എല്ലാത്തിനും ഒരേ ഇത് തന്നെയാണ്, അപ്പോൾ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫോട്ടോ അതുപോലെ തന്നെ ഒരു കീ ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ആഡ് ചെയ്ത് കുറച്ചങ്ങോട്ട് മാറ്റി. കീ ആഡ് ചെയ്യാനായിട്ടില്ല, സോറി, നമ്മൾ ഫോട്ടോ ആദ്യം ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റസ് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് കിട്ടില്ല, അതിൻ്റെ ഒരു ആക്റ്റീവ്നെസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ആഡ് ചെയ്തു. കുറച്ചങ്ങോട്ട് നീട്ടി എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റിൽ കുറച്ച് കൊണ്ട് കൊണ്ടുവച്ച് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യണം. ഞാനൊരു മെസ്സി ഫാനാണ്, അതുകൊണ്ടാണ് നമ്മൾ മെസ്സിയുടെ ഫോട്ടോ തന്നെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റിലൊന്ന് കൊണ്ടുപോയി വെച്ച് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യണം. ഓക്കെ, ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ ഡ്രാഗ് ചെയ്യാൻ പോകുന്നു. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്ത് കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിൽ കൊണ്ടുവച്ചു. നമ്മൾ കീ ആഡ് ചെയ്തു, കുറച്ചങ്ങോട്ട് മാറ്റി നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ കുറച്ച് മുമ്പ് കൊണ്ടുവച്ച് ഡ്രാഗ് ചെയ്തു, ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്തു. കടന്നുപോയി കുറച്ച് ഇപ്പുറത്ത് എത്താൻ നേരം നമ്മളെന്ത് ചെയ്യുക, കുറച്ച് അപ്പുറത്ത് ലാസ്റ്റ് കൊടുത്ത ശേഷം
നമ്മളെന്ത് ചെയ്യാണ് പിന്നെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മളിപ്പോൾ ചെയ്ത് വെച്ച എല്ലാ ഫോട്ടോസിൻ്റെയും ഫുള്ളായിട്ടുള്ള ഇത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഡിയോ ഇത്രേ വരുന്നുള്ളൂ, അല്ല വീഡിയോ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഓഡിയോ നമുക്ക് അത്രയും കട്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, എഫക്റ്റുകൾ ആഡ് ചെയ്യാം. എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഫ്ലാഷ് പോലെ ഒരു എഡിറ്റ് കണ്ടതായിരിക്കും അധികം സ്റ്റാറ്റസിൽ. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിലേതെങ്കിലും ഒരു ഷേപ്പ് ഞാനിപ്പോൾ ഈ ചതുരത്തിലുള്ള ഈ ഷേപ്പ് എടുത്തു. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, കളർ കൊടുക്കണം. താഴെ കാണുന്ന കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് അതിൽ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഞാൻ അതെന്ത് ചെയ്യണം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് താഴേക്ക് മൂന്നാമത്തേൽ എന്ത് ചെയ്യണം, ഞാൻ ഫുള്ളായിട്ട് സൂം ചെയ്ത് ആ സ്ക്രീൻ ഫുള്ളാകുന്ന വരെ നമ്മളത് സൂം ചെയ്തുകൊണ്ടേയിരിക്കണം. സ്ക്രീന് ഫില്ലായി കഴിയുന്നവരെ ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം, ബാക്ക് അടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഷേപ്പ് എടുത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഫക്റ്റിൽ പോവുക. എഫക്റ്റിൽ പോയ ശേഷം അതിൽ ആഡ് എഫക്റ്റ് കൊടുത്ത ശേഷം ലാസ്റ്റ് ഓപ്ഷനിൽ അതറിൻ്റെ കുറച്ചപ്പുറത്ത് ലാസ്റ്റ് ആൻഡ് തേർഡ് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി, ആ ഓപ്ഷനിൽ ഫസ്റ്റ് കാണുന്ന ബ്ലിങ്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക ഇതെങ്ങനെ വരുന്നതെന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ചെറിയൊരു എന്താണ് ഫ്ലാഷ് പോലെ ഇങ്ങനെയൊക്കെ ഇതാകുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ച് കൊടുക്കുകയാണ്, അല്ല സ്പീഡൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയും കൂട്ടിയുണ്ട്, നിങ്ങളനുസരിച്ച് എത്രയാണ് കൂട്ടേണ്ടത് അത്ര കൂട്ടി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അത്രയായിട്ടുണ്ട്. ഞാൻ ഇനി ബാക്ക് അടിച്ചു. എന്നിട്ട് ഈ ഈ ഷേപ്പ് ആനിമേഷൻ ചെയ്യാൻ നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടുപോയി കൊടുക്കണം. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു ആപ്പാണ് ഈ അലൈറ്റ് മോഷൻ എന്നുള്ളത്. ഇതിൽ വേറെ ഒരുപാട് ആനിമേഷൻസ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പറഞ്ഞാൽ നിന്നാൽ ഇപ്പോൾ ഈ വീഡിയോ കഴിയത്തില്ല, വീഡിയോ ഫുള്ളാവില്ല. അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. പിന്നെ എൻ്റെ ഭാഷക്കൊക്കെ ഒരുപാട് പേര് ഭയങ്കര മോശമാണെന്ന് കമൻറ്റൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് പറയുന്ന പോലെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, നമുക്കും ഇതുപോലെ ഓരോരോ വീഡിയോ ചെയ്യുന്നവരടുത്തു നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ചെയ്തു നോക്കുക മാക്സിമം. ഓക്കെ, ആർക്കും ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല വരുന്നത്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശരിയാവാൻ പാടില്ല, കുറച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ശരിയാവാൻ പാടുള്ളൂ. അങ്ങനെയാണല്ലോ എല്ലാ കാര്യം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ആനിമേഷൻ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ. ഓക്കെ, അല്ലേ, ഒരു 10 സെക്കൻഡ് സ്റ്റാറ്റസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ തന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ആ സൈസിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗാലറിയിലോട്ട് ഓൾറെഡി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.